എന്താണ് യോഗ്യത? ഇതാണ് യോഗ്യത. ശരിയാണ്, ചിലപ്പോൾ മുസ്ലിമിനൊക്കെ വേണ്ടി ഇത്രയധികം സംസാരിക്കുന്ന ഒരു ന്യൂനപക്ഷ പ്രേമി കേരളത്തിൽ ഇല്ല എന്ന് അവർ വിചാരിച്ചേക്കാം. അങ്ങനെ കേരളത്തിന്റെ പുതിയ കാല നവോത്ഥാന നായകനായി എഴുന്നള്ളപ്പെടാനുള്ള യോഗ്യത ഇദ്ദേഹത്തിനുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. കഴിഞ്ഞ 2025 ഒരു പക്ഷേ ഒരു വർഷത്തിൽ ഒരു ജൂണിന് ശേഷമാണെന്ന് തോന്നുന്നു, ഇയാളങ്ങട്ട് ടാപ്പ് ഓൺ ചെയ്ത മാതിരി വിദ്വേഷ പ്രസംഗങ്ങൾ മലപ്പുറത്തിനെതിരെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനെതിരെ, അത് വലിയ രൂപത്തിൽ അങ്ങ് ദഹിക്കുന്നില്ല എന്നായപ്പോൾ അത് മുസ്ലിം ലീഗിനെതിരെ വിദ്വേഷ പ്രസ്താവന നടത്തി തുടങ്ങിയത്. കൃത്യമായിട്ട് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് ഈ സമുദായത്തെയാണ്, പറയുന്നത് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ്. അന്ന് തുടങ്ങിയ വിദ്വേഷ പ്രസ്താവനകൾ എണ്ണി തുടങ്ങിയ ഇപ്പൊ സെഞ്ചുറി അടിച്ചിട്ടുണ്ടാവും, 100-ൽ കവിഞ്ഞിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നില്ല ഈ കാലയളവിനിടക്ക് RSSന്റെ നേതാക്കന്മാര് പോലും ഇത്രയധികം വിദ്വേഷ പ്രസ്താവന നടത്തിയതിന് റെക്കോർഡ് അടിച്ചിട്ടുണ്ടാവും. അതിലും വലിയ റെക്കോർഡ് ആർക്കടിക്കാൻ സാധിക്കും? കേരളത്തിലെ നവോത്ഥാന നായകനായ വെള്ളാപ്പള്ളി നടേശന് സ്വീകരിക്കാൻ അല്ലെങ്കിൽ പ്രസ്താവന നടത്താൻ സാധിക്കുന്നു. ഇവിടെ കോളേജും അനർഹമായതെല്ലാം മുസ്ലിം സമുദായം വാങ്ങി വെച്ചിരിക്കുകയാണ്. ആ ശ്വാസം മുട്ടുന്ന നാട്ടിൽ, ഞാൻ പെരിന്തൽമണ്ണയിൽ നിന്നാണ് വരുന്നത്, എന്റെ പെരിന്തൽമണ്ണ തന്നെ ഉണ്ട് ഒരു SNDP കോളേജ്. എല്ലാ വിഭാഗം കുട്ടികളും പഠിക്കുന്ന, എല്ലാ വിഭാഗം അധ്യാപകരും പഠിപ്പിക്കുന്ന, എല്ലാവരും സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ഒരു SNDP കോളേജ്. അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല ഇത്ര കാളകൂട വശം ഇതിന്റെ ഉള്ളിലുണ്ട് എന്നുള്ളത്. ആ കോളേജിനെ കുറിച്ചല്ല, ആ മാനേജ്മെന്റിനെ കുറിച്ചും അല്ല, പക്ഷെ അതിന്റെ പേരിൽ അധികാരവുമായി നടക്കുന്ന ഇത്തരം മനുഷ്യരുടെ ഉള്ളിലുണ്ടെന്ന്. ആ കോളേജ് വളരെ സമാധാനത്തോടു കൂടി ഞങ്ങളുടെ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കോളേജാണല്ലോ. ആ കോളേജ് അവിടെ ഉണ്ടായിരിക്കും, അയാൾ പറയാ ഞങ്ങൾക്ക് ഇവിടെ കോളേജുകൾക്ക് അനുമതി തരുന്നില്ല, സ്ഥലം വിട്ട് നൽകുന്നില്ല എന്നുള്ളത്. ഇവിടെ നമ്മൾ ആദ്യം ആദരിച്ചത് ആരെയാണ്? ആദ്യം ആദരിച്ചത് മറ്റു മതസ്ഥരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 25 ഏക്കർ സ്ഥലം വിട്ട് നൽകിയ, ഏക്കർ കണക്കിന് സ്ഥലം വിട്ട് നൽകിയ ഒരു മനുഷ്യനാണ്. ഇതൊക്കെ വേർതിരിച്ച് പറയേണ്ടി വരുന്നത് എന്റെ കാലത്തിന്റെ നിസ്സഹായതയാണ്, ക്ഷമിക്കുക. അങ്ങനെ നിൽക്കുന്ന ഒരു നാടിനെ ചൊല്ലി ഇയാൾ പറയുന്ന പ്രസ്താവനകളാണ് ഇതൊക്കെ. അവിടെയുള്ള മനുഷ്യര് മുഴുവൻ ഭീകരവാദികളാണ് എന്ന് ചിത്രീകരിക്കുന്നതൊന്ന്. അങ്ങനെ ചിത്രീകരിക്കുന്ന ഒരു മനുഷ്യന് കേരളത്തിൽ എത്തിച്ചേരാനുള്ള ഇടം എവിടെയാണ്? നമ്മൾ പ്രബുദ്ധ ജനതയാണല്ലോ, നമ്മൾ ഏറ്റവും നന്നായി പുരോഗമനത്തിലേക്ക് എന്നെന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരാണല്ലോ. നമ്മളാണല്ലോ ഇന്ത്യയിലെ ഏറ്റവും നന്നായി സാമൂഹിക നീതിയെക്കുറിച്ച് സംസാരിക്കുന്ന ജനങ്ങൾ. ആ ജനങ്ങളുടെ നാട്ടിൽ ഇത്തരം വിദ്വേഷ പ്രസ്താവന നടത്തുന്ന, ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ ഉത്തരേന്ത്യയിലെ RSSന്റെ നേതാക്കന്മാര് പോലും